ഈശംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കോയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായം 36 മുതലുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. കർത്താവ് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നതാണ് ഇന്ന് നാം കാണുക. ഈ ദിവസങ്ങളൊക്കെയും ഈശോയുടെ ശിഷ്യന്മാരോടൊത്തുള്ള വാസം, അവർക്ക് പ്രത്യക്ഷനായി അവരെ ചില കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നതും ബോധ്യപ്പെടുന്നതും ഒക്കെ തന്നെയാണ് നമ്മൾ ധ്യാനിക്കുന്നത്. പക്ഷെ ഓരോ വിവരണങ്ങളിലും വ്യത്യസ്തമായ ചില ഭാവങ്ങൾ, ചില സാധ്യതകൾ നമ്മുടെ മുമ്പിൽ അവിടുന്ന് വരച്ചു വെക്കുകയാണ്. ഇന്ന് നമ്മൾ കാണുന്ന വചനഭാഗത്ത് ഈശോ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ യോഹന്നാൻ്റെ വിവരണം അനുസരിച്ച് ആദ്യമായിട്ടാണ് ഈശോ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുക. അങ്ങനെ ആ പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് ഈശോയെ കണ്ട് അത്ഭുത സ്തബ്ധരായ ശിഷ്യന്മാർ അവിടുത്തെ മരണം ഉറപ്പാക്കിയിരുന്നത് കൊണ്ട് തന്നെ അവിടുത്തെ ഉത്ഥാനത്തെ ഉൾക്കൊള്ളുവാനാകാതെ അസ്വസ്ഥരായിട്ട് നിൽക്കുകയാണ്. ഈ അസ്വസ്ഥതയും ഭയപ്പാടുമെല്ലാം കാണുന്ന ഈശോ ശിഷ്യന്മാരെ പരമാവധി തൻ്റെ മുറിപ്പാടുകളും തൻ്റെ വിലാപ്പുറത്തെ മുറിവും കൈകാലുകളിലെ ആണി പഴുതുകളുമൊക്കെ കാണിച്ചു കൊടുത്തിട്ടും വിശ്വാസവും ബോധ്യം വരാത്ത ശിഷ്യന്മാരോട് ഈശോ പറഞ്ഞു, ഇവിടെ ഭക്ഷിക്കാൻ വല്ലതുമുണ്ടോ? ഒരു കഷ്ണം വറുത്ത മീൻ കൊടുത്തപ്പോൾ അത് ഈശോ അവരുടെ മുമ്പിൽ വെച്ച് ഭക്ഷിച്ചു എന്നതാണ് വചനഭാഗം. പ്രിയപ്പെട്ടവരെ, തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട്, തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം കോംപ്രമൈസുകളാണ് ഈശോ ചെയ്യുന്നത് എന്നതാണ് ഇന്നത്തെ തിരുവചനം നമ്മുടെ മുമ്പിൽ ഉയർത്തുന്ന ചിന്ത. നമുക്കറിയാമല്ലോ, തോമാസ് ലീഹായ ഈശോ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവിടെ ഇല്ലാതിരുന്നു. ആ ഇല്ലായിരുന്ന തോമാസ് ലീഹായെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട്, അവനെ വീണ്ടും സുവിശേഷത്തിൻ്റെ മകനായി മാറ്റാൻ വേണ്ടിയിട്ട് ഈശോ ചെയ്യുന്നത് യോഹന്നാൻ സുവിശേഷം തന്നെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. കൂടെയില്ലാതിരുന്ന ആ തോമാസ് ലീഹായെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഈശോ രണ്ടാം വട്ടവും ശിഷ്യന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നതായിട്ട് നാം കാണുക. എത്ര രസകരമായിട്ടാണ് ആ വിവരണം പോവുക. കർത്താവ് പൊതുവിൽ 12 പേരല്ലെങ്കിൽ 11 ശിഷ്യന്മാരോട് പറയാൻ ഒരു വിശേഷം മാത്രം, നിങ്ങൾക്ക് സമാധാനം. പിന്നെ ബാക്കി ഈശോ പറഞ്ഞതെല്ലാം തോമയോടാണ്. തോമ, നീ ഇവിടെ വാ, നിൻ്റെ വിരൽ തുമ്പുകൾ നീട്ടി എൻ്റെ മുറിപ്പാടുകളിൽ വെച്ച് എൻ്റെ വിലാപ്പുറത്ത് നീ ഒന്ന് കണ്ടേ, ബോധ്യപ്പെടുത്തുകയാണ്. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് ഈശോയെ സാക്ഷ്യപ്പെടുത്താൻ തക്ക വിധം തോമ മാറുന്നത് ഈ ഒരു ഭാഗത്താണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, തമ്പുരാൻ്റെ ഒരു വ്യതിരിക്തതയാണിത്. അവിടുന്ന് എന്തെല്ലാമാണോ ശിഷ്യന്മാരെ പഠിപ്പിച്ചത്, ബോധ്യപ്പെടുത്തിയത്, അവരെയൊക്കെ ഒരിക്കലും തന്നിൽ നിന്ന് കൈമോശം വന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈശോ അവരെ വീണ്ടും വീണ്ടും ബോധ്യത്തിൻ്റെ തലങ്ങളിലൂടെ നയിക്കുകയാണ്. വെറുതെ ഭാവനയിലെങ്കിലും ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇത് യൂദാസ് ഇസ്കറിയോത്തോ ആത്മഹത്യ ചെയ്ത് ഈശോയുടെ ശിഷ്യവൃന്ദത്തിൽ നിന്ന് പുറത്തു പോയില്ലായിരുന്നെങ്കിൽ തന്നെ ഒറ്റിക്കൊടുത്ത ആ യൂദാസിനെയും അവിടുന്ന് ചേർത്ത് പിടിക്കുമായിരുന്നു. കർത്താവിന് ആരെയും അന്യരാക്കാൻ പറ്റില്ലല്ലോ, ആരിൽ നിന്നും ഓടിയകലാൻ ഈശോയ്ക്ക് പറ്റില്ലല്ലോ. ഈശോ ഈ സുവിശേഷ ഭാഗത്ത് കാണിക്കുന്ന ശിഷ്യന്മാരുടെ വ്യക്തിജീവിതങ്ങളിലെ പ്രശ്നങ്ങളും അവരുടെ ന്യൂനതകളും അവരുടെ ബലഹീനതകളുമെല്ലാം കണ്ടറിഞ്ഞ് അവരായിരിക്കുന്ന അവസ്ഥയിൽ അവരെ സ്നേഹിക്കുന്ന തമ്പുരാനെയാണ് തിരുവചനം നമുക്ക് പരിചയപ്പെടുത്തി തരിക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ തിരുവചനം നമുക്ക് മുമ്പ് നൽകുന്നത് വലിയ സാന്ത്വനത്തിൻ്റെ പ്രത്യാശയുടെ വചനങ്ങളാണ്. നമ്മെ തേടി ഇറങ്ങുന്ന ഒരു ദൈവം, നമ്മളെ ബോധ്യത്തിലേക്ക് നയിക്കാൻ പോരുന്ന ഒരു ദൈവം, നമ്മുടെ ജീവിതത്തിൻ്റെ നൊമ്പര നിമിഷങ്ങളിൽ കൂടെ നടക്കുന്ന ഒരു ദൈവം, നമ്മളെ ഒരു നാളും കൈവിടാത്ത ഒരു ദൈവം, ചേർത്ത് പിടിക്കുന്ന നന്മയുള്ള മനസ്സുള്ള ഒരു തമ്പുരാൻ. ആ തമ്പുരാനെ സ്വന്തമാക്കാൻ നമുക്കൊരുമിച്ച് ആഗ്രഹിക്കാം. ഈശോ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.